25 വർഷത്തിലധികം സേവന പാരമ്പര്യമുള്ള GB എഡ്യൂക്കേഷൻ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രമുഖരായ സ്റ്റഡി അബ്രോഡ് കൺസൾട്ടന്റ് ആണ്. 70-ൽ പരം ഗ്ലോബൽ ബ്രാഞ്ചുകളുള്ള GB ഇതിനോടകം തന്നെ 3.5 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളെ വിദേശ രാജ്യങ്ങളിലേക്ക് അയച്ചിട്ടുണ്ട്. 950-ലധികം യൂണിവേഴ്സിറ്റികളുടെ ഓഥറൈസ്ഡ് റെപ്രസെന്റേറ്റീവായ ഇവർക്ക് 10 രാജ്യങ്ങളിൽ ഓഫീസുകളുമുണ്ട്. ഒരു ഇൻക്വയറി കോൾ സെന്റർ എക്സിക്യൂട്ടീവിന്റെ പക്കൽ എത്തുമ്പോൾ തന്നെ സ്റ്റുഡന്റിന്റെ പ്രൊഫൈൽ പ്രീ വാല്യുവേഷൻ ചെയ്ത് വിദ്യാർത്ഥിയുടെ താല്പര്യം എന്തെന്ന് മനസ്സിലാക്കുന്നു. തുടർന്ന് ഇൻട്രസ്റ്റഡ് കൺട്രി ഹാൻഡിൽ ചെയ്യുന്ന എക്സ്പേർട്ട് കൺസൾട്ടന്റുമായി കണക്ട് ചെയ്യുന്നു. ഇവിടെ വിവിധ രാജ്യങ്ങളിലുള്ള വൈവിധ്യമാർന്ന കോഴ്സുകളുടെ വിശദാംശങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നു. പ്രമുഖ യൂണിവേഴ്സിറ്റികളുടെ ഡയറക്ട് റെപ്രസെന്റേറ്റീവ്സിൽ നിന്ന് പരിശീലനം ലഭിച്ച സർട്ടിഫൈഡ് കൗൺസിലർ ആണ് ഇക്കാര്യങ്ങളിലെല്ലാം സ്റ്റുഡൻസിനെ സഹായിക്കാനായി നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. GB എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് 35 രാജ്യങ്ങളിലായിട്ട് 950ഓളം യൂണിവേഴ്സിറ്റികളുടെ ഓതറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവും ഏതാണ്ട് 25 കൊല്ലത്തിന് മുകളിൽ പ്രവർത്തന പരിചയം ഏതാണ്ട് 3 ലക്ഷത്തിലധികം കുട്ടികളെ ഇതുവരെ ഗ്ലോബലി പ്ലേസ് ചെയ്യാൻ GB എഡ്യൂക്കേഷൻ സാധിച്ചിട്ടുണ്ട്. ഇത്രയധികം രാജ്യങ്ങളും ഇത്രയധികം കോഴ്സ് ഓപ്ഷൻസും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഒരു കുട്ടി അവരുടെ കരിയർ ഗൈഡൻസിനായി നമ്മളെ സമീപിക്കുമ്പോൾ നമുക്ക് ഒരു റെസ്ട്രിക്ഷൻസും ഇല്ലാതെ, അതായത് നമുക്ക് ആ കുട്ടികൾക്കുള്ള ഓപ്ഷൻസ് കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതിനകത്ത് ഒരു ലിമിറ്റേഷൻസ് ഇല്ല. ബിക്കോസ് ഏത് രാജ്യമാണെങ്കിലും ഏത് പർട്ടിക്കുലർ കോഴ്സാണ് വേണ്ടെന്ന് പറഞ്ഞാലും അതിന് നമ്മൾ ഓതറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവ് ആയ കാരണം അതിന് നമുക്കൊരു റെസ്ട്രിക്ഷൻ ഇല്ലാതെ കുട്ടികൾക്ക് കോഴ്സ് ഓപ്ഷൻ കൊടുക്കാനുള്ള എക്സ്പെർട്ട് ടീം GB എഡ്യൂക്കേഷനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് ഓരോ രാജ്യങ്ങൾക്കും ഓരോ യൂണിവേഴ്സിറ്റികൾക്കും അവരുടെ റാങ്കിങ് വെച്ചിട്ടാണ് സ്കോളർഷിപ്പ് അവർ കൊടുക്കുന്നത്. അപ്പം സ്കോളർഷിപ്പ് നമ്മൾക്ക് ഒരു കുട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ ഇത്രയും കൊല്ലങ്ങളിൽ നമ്മുടെ പ്രവൃത്തി പരിചയം കാരണം നമ്മൾ ഒരു കുട്ടി വരുമ്പോൾ അവരുടെ പ്രൊഫൈൽ കേൾക്കുമ്പോൾ അറിയാം ഈ കുട്ടിക്ക് ഇന്ന യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് യൂണിവേഴ്സിറ്റിയുടെ സ്കോളർഷിപ്പിനുള്ള എലിജിബിലിറ്റി ഉണ്ടാവും എന്ന് പറയുകയും ആ കുട്ടീനെ റൈറ്റ് പാത്തിലോട്ട് ഗൈഡ് ചെയ്യാനും അതുവഴി സാമ്പത്തികമായിട്ടുള്ള നേട്ടം ആ കുട്ടിക്കും കുടുംബത്തിനും ഉണ്ടാക്കി കൊടുക്കാൻ ഞങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കാറുണ്ട്. അത് സാധിക്കുന്നുമുണ്ട്. എന്ത് പറഞ്ഞ പോലെ കഴിഞ്ഞ കൊല്ലം വേൾഡ് റാങ്കിൽ തന്നെ ഏറ്റവും ടോപ്പ് നിൽക്കുന്ന കീൽ യൂണിവേഴ്സിറ്റിയിൽ 3 കുട്ടികൾക്ക് സ്കോളർഷിപ്പ് 10 ലക്ഷം സ്കോളർഷിപ്പ് കിട്ടിയതിനകത്ത് 2 കുട്ടികൾ GB എഡ്യൂക്കേഷൻ്റെ കുട്ടികളായിരുന്നു. അതൊരു വലിയ നേട്ടമായിട്ട് ഞങ്ങൾ കരുതുന്നു. 10 രാജ്യങ്ങളിലായിട്ട് 70-ലേറെ ഓഫീസുകളുള്ള ഒരു സ്ഥാപനമാണ് GB എഡ്യൂക്കേഷൻ. GB എഡ്യൂക്കേഷൻ്റെ ഇത്രയും കൊല്ലത്തെ പ്രവർത്തന പരിചയം വെച്ച് നമ്മൾ നാഷണലൈസ്ഡ് ബാങ്കുകൾ 7-8 ബാങ്കുകളുമായിട്ട് നമ്മൾ വി ആർ ഒഫീഷ്യൽ പാർട്ട്നേഴ്സ് ഓഫ് നാഷണലൈസ്ഡ് ബാങ്ക്സ്. സോ നമുക്ക് തന്നെ ഒരു ബാങ്കിങ് ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ ഹെഡ് ഓഫീസ് വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഒരു കുട്ടിയുടെ പ്രൊഫൈൽ വരുമ്പോൾ ആ കുട്ടി നമ്മളോട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രൊഫൈൽ സക്സസ് ചെയ്ത ശേഷം ഓരോ ബാങ്കിനും അവരുടെ നോംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. അപ്പം ഏത് നോംസിലാണ് ആ കുട്ടീനെ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുക എന്ന് നോക്കി ആ ബാങ്കിന് ആ പ്രൊഫൈൽ കൊടുത്ത് അവർക്ക് ലോൺ അപ്രൂവ് ആക്കിക്കുന്ന ഒരു പ്രൊസീജിയറാണ് നമ്മളിവിടെ ചെയ്തു പോകുന്നത്. സാധാരണ സംഭവിക്കുന്ന ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ 1-2 ബാങ്കുകളുമായിട്ട് ടൈപ്പ് ഉള്ളെങ്കിൽ ചിലപ്പോൾ ആ പ്രൊഫൈൽ നമ്മൾ 1 മാസം 2 മാസം വർക്ക് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ലോൺ കൊടുക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുന്നത്. ആ കുട്ടിയുടെ ചിലപ്പം ആ ഒരു 6 മാസമോ 1 കൊല്ലത്തെ ഒരു കരിയർ തന്നെ അതിനകത്തൊരു മാറ്റം വരുത്താം. പ്രൊവൈഡഡ് ആ കുട്ടി ബാങ്ക് ലോൺ നോക്കിയാണ് പോകാൻ ഉദ്ദേശിക്കുന്നതാണെങ്കിൽ കറക്റ്റായിട്ടുള്ള ആൾക്കാരോട് അസസ്മെന്റ് ടീമിനോട് സംസാരിച്ച് റൈറ്റ് ബാങ്കിൽ അത് പ്ലേസ് ചെയ്താൽ മാത്രമേ സക്സസ്ഫുൾ ആക്കി നമുക്ക് കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ. അതിനുള്ളൊരു എക്സ്പേർട്ട് ടീം GBയുടെ ഹെഡ് ഓഫീസ് ഇവിടെ കൊച്ചിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ. സോ നിങ്ങൾക്ക് അവരുടെ സേവനം ഉപയോഗിക്കാവുന്നതാണ്. GB എഡ്യൂക്കേഷണൽ സ്റ്റുഡൻറ്റ് വന്നു കഴിഞ്ഞാൽ അവർ നമ്മളോട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ മിക്ക രാജ്യങ്ങൾക്ക് രജിസ്ട്രേഷൻ വളരെ ഫീസ് എന്ന് പറയുന്നത് 0 ആണ്. ഞങ്ങൾ ചില രാജ്യങ്ങളിൽ മാത്രമേ രജിസ്ട്രേഷൻ ഫീസ് കളക്ട് ചെയ്യാറുള്ളൂ. കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ ആ ഒരു സ്റ്റുഡൻറ്റിനെ പിന്നെ കേറ്റർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു 5-6 ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ടാണ്. അതിനകത്തൊരു പെട്ടെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു
രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കൗൺസിലർ ഉണ്ടാവും, ഒരു ആപ്ലിക്കേഷൻ സ്റ്റാഫ് ഉണ്ടാവും, ഒരു ഫീ പേയ്മെൻറ്റ് കോർഡിനേറ്റർ ഉണ്ടാവും, ഒരു പ്രോഗ്രാം കോർഡിനേറ്റർ ഉണ്ടാവും, ഒരു വിസ സ്റ്റാഫ് ഉണ്ടാവും, പിന്നെ ഒരു സീനിയർ മാനേജർ ഉണ്ടാവും. ഇങ്ങനെ ഒരു 6-7 കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് ഇവരെ കയറ്റി ചെയ്യുന്നത്. കുട്ടികൾക്ക് വിസ കിട്ടിക്കഴിഞ്ഞാലാണ് നമ്മൾ നമ്മുടെ ട്രാവൽ വിങ് ആയിട്ടുള്ള MNG ഹോളിഡേയ്സിലോട്ട് ഇവരുടെ എൻക്വയറി കൊടുക്കുകയും അവർക്ക് നമുക്ക് കഴിയുന്നതും ബെസ്റ്റ് റേറ്റ് നമ്മൾ കുട്ടികൾക്ക് ഓഫർ ചെയ്യും. കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള മാർക്കറ്റിലുള്ള റേറ്റ് കൊടുക്കാൻ സാധിക്കുന്ന കാരണം 90% കുട്ടികൾ നമ്മൾ വഴി തന്നെ ടിക്കറ്റ് എടുത്ത് മുന്നോട്ട് പോകുന്നത്. കാനഡയിൽ നമുക്ക് ടൊറന്റോ ഡൗൺ ടൗണിൽ നമുക്ക് ഒരു ഓഫീസുണ്ട്. സോ കാനഡയിൽ പോകുന്ന സ്റ്റുഡൻസിന് അവിടുത്തെ PR അല്ലെങ്കിൽ അവിടുത്തെ ചെന്ന് കഴിഞ്ഞിട്ട് വർക്ക് പെർമിറ്റ് എക്സ്റ്റൻഷൻസ് അല്ലെങ്കിൽ അവരുടെ കൺവേർഷൻസ് ടു അതർ കോളേജ് പല പല കാര്യങ്ങൾക്കും നമ്മുടെ ലോയേഴ്സ് വി ഹാവ് ലൈക്ക് 2 lawyers, ബാരിസ്റ്റേഴ്സ് ഇൻ കാനഡ ഓഫീസ്. സോ അവരുടെ സേവനം തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്താവുന്നതാണ്. പല സേവനങ്ങളിലും നമ്മൾ സ്റ്റുഡൻറ് സ്റ്റഡി പ്രോഗ്രാമിൽ നമ്മൾ വഴിയാണ് പോകുന്നെങ്കിൽ നമ്മുടെ ലോയേഴ്സ് അവർക്ക് അഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും സർവീസസ് അവിടെ ചെന്ന ശേഷം ആവശ്യം വരികയാണെങ്കിൽ ഒരു ഡിസ്കൗണ്ടഡ് റേറ്റിൽ ചെയ്ത് കൊടുക്കാൻ ഒരു ധാരണ ഞങ്ങൾ തമ്മിലുണ്ട്. GB എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സ്ഥാപനം ഞാൻ തുടങ്ങിയപ്പോൾ മുതൽ ഇതൊരു സർവീസ് ഓറിയന്റഡ് ബിസിനസ്സാണ്. അത് ആക്ച്വലി ഒരു കുട്ടികളുടെ ഭാവി നമ്മളുടെ അടുത്ത് വരുന്ന കുട്ടികളുടെ ഭാവി നിശ്ചയിക്കുന്നത് നമ്മളോട് വർക്ക് ചെയ്യുന്ന സീനിയർ ലെവലിൽ മാനേജേഴ്സോ കൗൺസിലേഴ്സ് ആണ്. അപ്പോൾ അവർക്കൊരു പ്രോപ്പർ ഗൈഡൻസ് കൊടുക്കുക എന്നുള്ള ഒരു മോട്ടിവേഷൻ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു മോട്ടീവാണ് നമ്മുടെ അൾട്ടിമേറ്റ് ബിസിനസ് എയിം എന്ന് പറയുന്നത്. ഈ കുട്ടികൾ ഇവിടെ നമ്മുടെ സ്ഥാപനത്തിൽ വന്നിട്ട് അവരുടെ പ്രൊഫൈൽ സ്റ്റഡി ചെയ്ത് കറക്റ്റായിട്ടൊരു കൺട്രിയും അവരുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് വെച്ചിട്ട് അഡ്വൈസ് ചെയ്യുക എന്നുള്ളതാണ് ഏതൊരു എംപ്ലോയിയും ഇവിടെ ജോലിക്ക് കയറുമ്പോൾ ഞാൻ ആദ്യം കൊടുക്കുന്ന ഒരു അഡ്വൈസ്. ജോലി എന്നതിലുപരി ഇതൊരു പാഷൻ ഉണ്ടാവണം. അതായത് ഇത് നമ്മുടെ ഒരു പ്രവൃത്തി കാരണം അല്ലെങ്കിൽ നമ്മുടെ ഒരു അഡ്വൈസ് കാരണം ഒരു കുട്ടിയുടെ ഭാവി നിശ്ചയിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഈ സ്റ്റഡി അബ്രോഡ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. സോ അതിനകത്ത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഫീൽഡിൽ ജോലി ചെയ്യുക, അല്ലെങ്കിൽ ഞങ്ങളുടെ കമ്പനിയോട് ജോയിൻ ചെയ്യുക എന്നാണ് ഞാൻ എല്ലാ എംപ്ലോയീസിനോടും അവരുടെ ജോലി അപ്പോയിന്റ് ചെയ്യുന്ന സമയത്ത് പറയുന്ന ഒരു മെയിൻ അഡ്വൈസ്. സോ നമ്മുടെ ബിസിനസ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ലൈക്ക് നമ്മളെല്ലാവരും ചെയ്യുന്ന പോലെ മീഡിയകളിലും പ്രിന്റ് മീഡിയകളിലും സോഷ്യൽ മീഡിയകളിലും ഒക്കെ അഡ്വർടൈസ് ചെയ്യും. എന്നിരിക്കലും ഒരു 80% ഞങ്ങളുടെ ബിസിനസ് എന്ന് പറയുന്നത് ഞങ്ങൾ വഴി പോയ സ്റ്റുഡൻസിൽ നിന്ന് കിട്ടുന്ന റെഫറൻസ് മാത്രമാണ്. ആ റെഫറൻസിൽ നിന്ന് തന്നെ ബിസിനസ് ബിൽഡ് ചെയ്യുമ്പോഴതും ഒരുപാട് മാർക്കറ്റ് ചെയ്യേണ്ട കാര്യങ്ങളില്ല. ഞങ്ങളുടെ ആ ഒരു ട്രസ്റ്റ് എന്ന് പറയുന്നത് ഞങ്ങൾ വിടുന്ന സ്റ്റുഡൻസ് തന്നെയാണ് എന്നെനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നു. അപ്പം ആ ഒരു ഉറപ്പ് ഇവിടെ വരുന്ന ഏത് സ്റ്റുഡൻസിനും കൊടുക്കുവാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അത് എൻ്റെ ഒരു ഉറപ്പാണ്.